അമ്പലപ്പുഴയിൽ CPIM വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന അവകാശവാദവുമായി UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ. തനിക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദന്റെയും മുഖത്തേൽക്കുന്ന പ്രഹരമാകുമെന്നും ജി സുധാകരൻ പറഞ്ഞു. LDF ബുക്ക് ചെയ്ത മതിലിൽ ജി സുധാകരന്റെ പോസ്റ്റർ പതിപ്പിച്ചതും അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ വിവാദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അമ്പലപ്പുഴയിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. മൂന്നാം ഊഴമുണ്ടാവില്ലെന്ന് CPIM ഉറപ്പിച്ചെന്നും 139 മണ്ഡലങ്ങളിൽ തോറ്റാലും തന്നെ മാത്രം വിടരുതെന്നുമാണ് പാർട്ടി നിലപാടെന്നും ജി സുധാകരൻ പറയുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും തനിക്കെതിരെ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയെന്നും ജി സുധാകരൻ. CPIM വോട്ടുകളിലാണ് ജി സുധാകരന്റെ പ്രതീക്ഷ. അതിൽ പാർട്ടിയുടെ വോട്ട് കുറെ മൈനസ് ചെയ്താലും കുറെ പാർട്ടിക്കാർ നമുക്ക് ചെയ്യും. പ്ലസ് കോൺഗ്രസിന്റെ ഫുൾ വോട്ട് വരും. അപ്പം മുമ്പുള്ള ഭൂരിപക്ഷം ഒന്നും ആയിരിക്കത്തില്ല. എനിക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. വിജയിപ്പിക്കുക, റെക്കോർഡ് ഭൂരിപക്ഷം വിജയിപ്പിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയും സഖാവ് ഗോവിന്ദനും എനിക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഓരോ വോട്ടും അവരുടെ മുഖത്തേക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അമ്പലപ്പുഴ പറവൂരിൽ LDF ബുക്ക് ചെയ്ത മതിലിൽ ജി സുധാകരന്റെ പോസ്റ്റർ ഒട്ടിച്ചത് വിവാദമായി. CPIM രക്തസാക്ഷി മണ്ഡപത്തിനും കൊടിമരത്തിനും പിന്നിലായി ജി സുധാകരന്റെ പോസ്റ്ററുകൾ നിറഞ്ഞു. പിന്നാലെ CPIM പ്രവർത്തകരെത്തി പോസ്റ്ററിനുമേൽ H സലാമിന്റെ പോസ്റ്റർ പതിച്ചു. CPIM കാണിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റർ കീറിയയാൾക്ക് താൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ജോലി വാങ്ങി നൽകിയതെന്നാണ് ജി സുധാകരന്റെ അവകാശവാദം. തിരഞ്ഞെടുപ്പ് വേദികളിൽ CPIMനെയും നേതാക്കളെയും കടന്നാക്രമിക്കുന്നത് തുടരുന്നതിനിടെ പിണറായി വിജയൻ നാളെ അമ്പലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.